നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണ പ്ലാന്റിന് സർക്കാർ അനുമതി നൽകിയത് CBI അന്വേഷിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർക്കാരിന്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി ഇടപെട്ടിട്ടുണ്ടെന്നും MP. മന്ത്രി MB രാജേഷാണ് അഴിമതിക്ക് കൂട്ടുനിന്നതെന്നും മന്ത്രിയും ഭാര്യ സഹോദരനും കമ്പനിയുമായി പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP. ബ്രൂവറി കമ്പനി സ്ഥാപിച്ചാൽ എലപ്പുള്ളി പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം പോലെ ആവുമെന്ന് PV അൻവർ. എലപ്പുള്ളിയിൽ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ വാഴാനി ആദിവാസി ഊരിൽ കൃഷി നശിപ്പിക്കുന്നതായി പരാതി. മേഖലയിൽ RRT സംഘത്തെ രൂപീകരിക്കാത്തതും സൗരവേലി നിർമ്മാണം ആരംഭിക്കാത്തതും ആനയിറങ്ങാൻ കാരണമായതായി പ്രദേശനിവാസികൾ. പ്രശ്നത്തിൽ ഉടൻ നടപടിയുണ്ടാകണമെന്നും ആവശ്യം. നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മകളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ഭാവി കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സുധാകരനെ കൊലയ്ക്കു കൊടുക്കാൻ ചെന്താമരയ്ക്ക് പിച്ചാത്തി കൊടുത്തത് പോലീസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊല്ലപ്പെട്ട സുധാകരന്റെ വീട് സന്ദർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചേലക്കരയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ ക്രൂരമർദ്ദനം. സംഭവത്തിനു പിന്നിൽ SFI എന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ചേലക്കരയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. തൃശൂർ മാളയിൽ D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ സ്വരാജ് റൗണ്ടിൽ SFIയുടെ പ്രതിഷേധം. കുറ്റവാളികളെ പിടികൂടണമെന്നും SFI നേതാക്കൾ. സംഭവത്തിൽ KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ പിടികൂടാൻ പോലീസ് നിസ്സംഗത പാലിക്കുകയാണെന്ന് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ. പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ 107 പഞ്ചായത്തുകളിൽ. 10 ലക്ഷം വരെയുള്ള ബിൽഡിംഗ് നിർമ്മാണ സെസ് പഞ്ചായത്ത് അധികൃതർ പിരിച്ചെടുക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU. ആവശ്യമുന്നയിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച്. വാർത്തകൾ വിശദമായി. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയത് CBI അന്വേഷിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർക്കാരിന്റെ മദ്യനയം മാറ്റുന്നതിൽ പോലും ഒയാസിസ് കമ്പനി ഇടപെട്ടിട്ടുണ്ടെന്നും MP പറഞ്ഞു. മന്ത്രി MB രാജേഷാണ് അഴിമതിക്ക് കൂട്ടുനിന്നതെന്നും മന്ത്രിയും ഭാര്യ സഹോദരനും കമ്പനിയുമായി നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ശ്രീകണ്ഠൻ ആരോപിച്ചു. ആ 21 ഏക്കറയാണ് ഒയാസിസ് കമ്പനിയുടെ പേരിൽ 2024-25 വില്ലേജ് ഓഫീസിൽ നികുതി അടച്ചിട്ടുണ്ട്. ഇതിൽ 21 ഏക്കറയിൽ 6 ഏക്കറ നിലമാണ്, അതായത് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. അതിന്റെ തരം ഇതുവരെ മാറ്റിയിട്ടില്ല. ഒരു കാരണവശാലും അത് മാറ്റാൻ കഴിയില്ലെന്ന് റവന്യൂ വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കമ്പനിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് 15 ഏക്കറയാണ്. ഈ 15 ഏക്കറയിൽ 5 ഏക്കർ സ്ഥലത്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് നടത്തുന്നത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്കാരും വേണ്ടിയിട്ടില്ലത്. ബ്രൂവറി മദ്യ കമ്പനി സ്ഥാപിച്ചാൽ എലപ്പുള്ളി പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം പോലെ ആവുമെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. എലപ്പുള്ളിയെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യം കുറിക്കുമെന്നും PV അൻവർ പറഞ്ഞു. മദ്യനിർമ്മാണശാലയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത എലപ്പുള്ളി മണ്ണുകാട് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PV അൻവർ. ധർണയിൽ മറ്റു നേതാക്കളും പങ്കെടുത്തു. അങ്ങനെ വഞ്ചന നടത്തിക്കൊണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഒയാസിസ്. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മദ്യോൽപാദനവുമായി ബന്ധപ്പെട്ട് ടാക്സ് വെട്ടിച്ചത്, ഇൻകം ടാക്സ് വെട്ടിച്ചത് തുടങ്ങിയിട്ട് അനവധിയായ കേസുകൾ നേരിടുന്ന, ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ബ്രൂവറി മദ്യോൽപാദന കമ്പനിയെ ക്ഷണിച്ചു വരുത്തി ഇവിടെ ഇത് കൊണ്ട് സ്ഥാപിക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണം സമ്പാദിക്കാനുള്ള അഴിമതിയുടെ അപ്പുറം വേറെ ഒന്നും ഇതിനില്ല. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ വാഴാനി ആദിവാസി ഊരിൽ കൃഷി നശിപ്പിക്കുന്നതായി പരാതി. മേഖലയിൽ RRT സംഘത്തെ രൂപീകരിക്കാത്തതും സൗരവേലി നിർമ്മാണം ആരംഭിക്കാത്തതും ആനകൾ ഇറങ്ങാൻ കാരണമായതായി പ്രദേശവാസികൾ പറയുന്നു. മേഖലയിൽ RRT സംഘത്തെ രൂപീകരിക്കണമെന്നും സൗരവേലി നിർമ്മാണം ആരംഭിക്കണമെന്നുമുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തിന് 2.5 വർഷത്തെ പഴക്കമുണ്ട്. തുടർച്ചയായി കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നതിനാൽ കർഷകരും ഊരി നിവാസികളും ഒരുപോലെ ദുരിതത്തിലാണ്. വാഴാനി IB മുതൽ കാക്കിനിക്കാട് ആദിവാസി ഊരി വരെ തീർത്തിരുന്ന വൈദ്യുത വേലി നശിച്ചതും ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഊരിലെത്താൻ കാരണമായതായും നാട്ടുകാർ പറയുന്നു. വാഴാനി വനം സ്റ്റേഷൻ പരിധിയിലാണ് ആനക്കൂട്ടങ്ങൾ കൂടുതലായി ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലിറങ്ങി നാശം വിതയ്ക്കുന്നത്. വാഴാനി സ്റ്റേഷനിലെ വനപാലകരുടെ അഭാവവും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയതും ആനക്കൂട്ടം വീടുകളിലേക്കും തൊടികളിലേക്കും വരെ എത്തുന്നതിന് മറ്റൊരു കാരണമായി പറയുന്നു.
11 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ കേബർ വാഹനം RRTയുടെ പ്രവർത്തനത്തിനായി നൽകിയിരുന്നെങ്കിലും ഇന്നത് വാഴനി സ്റ്റേഷന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. വടക്കാഞ്ചേരി മച്ചാട് റേഞ്ചുകളിലായി 60 കിലോമീറ്ററോളം സൗരവേലി നിർമ്മാണത്തിന് 1.38 കോടി രൂപയാണ് കേന്ദ്ര പദ്ധതിയിൽ സാങ്കേതികാനുമതി ലഭിച്ചത്. പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടും നിർമ്മാണം ആരംഭിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഭാവി കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സുധാകരനെ കൊലയ്ക്ക് കൊടുക്കാൻ ചെന്താമരയ്ക്ക് പിച്ചാത്തി കൊടുത്തത് പോലീസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പ്രതി താമസിച്ച് ഗൂഢാലോചന നടത്തുന്ന സമയത്ത് പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. ചന്താമരയിൽ നിന്ന് വധഭീഷണിയുണ്ടായ കാര്യം സുധാകരനും മക്കളും പ്രദേശവാസികളും പോലീസിൽ പരാതി നൽകി. അപ്പോഴും പ്രതിയെ താലോലിച്ച് പറഞ്ഞുവിടുകയാണ് നെന്മാറ സ്റ്റേഷൻ SHO ചെയ്തത്. യഥാർത്ഥത്തിൽ കൊലയ്ക്ക് കളമൊരുക്കിയത് പോലീസാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് കൊലപാതകാസൂത്രണം നടത്തുന്ന പ്രതിയെ നിരീക്ഷിക്കുന്നതിൽ ഇന്റലിജൻസ് സംവിധാനവും പരാജയപ്പെട്ടു. സുധാകരന്റെ കൊലപാതകത്തിന് ശേഷം സർക്കാരിൽ നിന്ന് യാതൊരു ഉറപ്പും മക്കൾക്ക് കിട്ടിയിട്ടില്ല. പ്രതിയെ പിടികൂടിയതറിഞ്ഞ് സ്റ്റേഷനിൽ എത്തിയവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഈ ശുഷ്കാന്തി പോലീസ് നേരത്തെ കാണിച്ചിരുന്നുവെങ്കിൽ 2 കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നുവെന്നും MLA പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു പ്രഹസനമാണെന്ന് ഞാൻ ചോദിക്കുന്നതേ. അതായത് പോലീസിൻ്റെ വെർഷൻ എന്താണ്? ഇതൊരു മനോരോഗിയാണെന്നാണ് പോലീസിൻ്റെ വെർഷൻ. അയാൾ ഒരു അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഒളിച്ചു താമസിക്കാൻ. അയാളെ പോലീസ് തന്നെ നിലവിൽ പറയുന്ന അയാളെ ആരും ഒളിക്കാൻ സഹായിച്ചിട്ടുമില്ല എന്നാണ് പോലീസിൻ്റെ ഉദ്യോഗസ്ഥരിൽ നമുക്ക് കിട്ടുന്ന വിവരം. അപ്പം ഒളിക്കാൻ ആരും സഹായിക്കാത്ത, ഒരു ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കാത്ത, മാനസിക രോഗിയാണെന്ന് പോലീസ് തന്നെ പറയുന്ന ഒരാളെ കണ്ടെത്താൻ 34 മണിക്കൂർ കഴിയുമ്പോൾ അയാൾ സ്വമേധയ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തെ വിവരസാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യം നടത്തുന്ന ആരെങ്കിലും പിടിക്കാൻ ഇവർക്ക് പറ്റിക്കഴിയുമോ? പിടിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനെങ്കിലും ഇവർക്ക് കഴിയുമോ? അപ്പോൾ ഇതിനകത്ത് കൃത്യമായി പോലീസിന് വലിയ തോതിലുള്ള ലാബ്സ്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KG എൽദോ, KS ജയഘോഷ്, SM ഷാജഹാൻ, KG രാഹുൽ, പ്രദീപ് നെന്മാറ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനു നേരെ SFI പ്രവർത്തകരുടെ അതിക്രൂര മർദ്ദനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചേലക്കര കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഗണേഷ് ആറ്റൂരിനെയാണ് SFI പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ നടന്ന KSU SFI സംഘടനകളുടെ പ്രതികാര നടപടിയായാണ് കിളിമംഗലം കാർഷിക ഗ്രാമവികസന ബാങ്കിലെ ജീവനക്കാരൻ കൂടിയായ ഗണേഷിനെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ഒരു സംഘം അക്രമികൾ ഗണേഷിനെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗണേഷ് ആറ്റൂർ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചേലക്കരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് T ഗോപാലകൃഷ്ണൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മാളയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കാലത്ത് ജോലിക്ക് വന്ന ഗണേഷിനെ അവിടുത്തെ DYFIക്കാരനും അതുപോലെ തന്നെ SFIക്കാരനും ഉൾപ്പെടെ ഏകദേശം ഒരു 25ഓളം പേർ വന്ന് കയ്യിൽ കരുതിയ മാരകായുധങ്ങളുമായി കഴുത്തിനും തലയ്ക്കും അടിച്ചു വീഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. കൊണ്ടഴി മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുൾ റഹ്മാൻ, ശിവൻ വെട്ടിക്കുന്ന്, മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ മാളയിൽ D-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് SFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി ശക്തൻ നഗർ റോഡിൽ സമാപിച്ചു. വൈകിട്ട് 3 ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പ്രകടനത്തിന് ശേഷം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഉത്തരേന്ത്യയിലേതുപോലെ ആൾക്കൂട്ടാക്രമണത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ആരോപിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി പക്ഷപാത നിലപാട് സ്വീകരിക്കുന്നവരാണെന്നും VP സാനു കുറ്റപ്പെടുത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, E അഫ്സൽ, വിഷ്ണു R, ജിഷ്ണു സത്യൻ, MM മേഘ്ന എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പുള്ളി അൽ അമീൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് SFI മാർച്ച്. സംഭവത്തിൽ
പോലീസും SFI പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് വലയത്തെ മറികടന്ന് പ്രവർത്തകർ കോളേജിലേക്ക് പ്രവേശിച്ചു. പഠിപ്പുമുടക്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വ്യാഴാഴ്ച മാർച്ച് നടത്തിയത്. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തുതള്ളുമുണ്ടായി. നടത്താത്ത ആളുകളൊന്നും അല്ലല്ലോ. പറയാൻ പറ്റില്ല. ഡിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ SFIന്റെ നേതാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ SFI പഠിപ്പുമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. പഠിപ്പുമുടക്കാനായി പുറത്തുനിന്നും എത്തിയ SFI നേതാക്കൾ അൽ-അമീൻ എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ കോളേജിനുള്ളിൽ പഠിപ്പുമുടക്ക് സമരം അനുവദിക്കില്ലെന്ന കോളേജ് അധികാരികൾ നിലപാട് സ്വീകരിച്ചതോടെ SFI പ്രവർത്തകർ കോളേജിനുള്ളിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ പ്രതിഷേധത്തിൽ 4 SFI നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് കോളേജിലേക്ക് വ്യാഴാഴ്ച SFI പ്രതിഷേധ മാർച്ച് നടത്തിയത്. കവാടത്തിന് മുന്നിൽ പോലീസ് സംഘത്തെ മറികടന്ന പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുകയും ചെയ്തു. SFI ജില്ലാ സെക്രട്ടറി S. വിപിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ ബന്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ SFIയുടെ ഏരിയ ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ വന്നപ്പോൾ ഉണ്ടായ സമീപനം അത് ശരിയായിട്ടുള്ള സമീപനമല്ല. ഞങ്ങൾ ന്യായമായിട്ടും അതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി വന്നാണ്. ഞങ്ങൾ അകത്ത് കയറും, പ്രിൻസിപ്പളെ കാണും. 2 ആൾ വന്നതുകൊണ്ടാണ് പ്രിൻസിപ്പൾക്ക് ഇത്ര ധിക്കാരമെങ്കിൽ ഞങ്ങൾക്ക് 200 ആളായിട്ട് വരാനും അറിയാം, 2000 ആളായിട്ട് വരാനും അറിയാം. ഈ ക്യാമ്പസിനകത്ത് ഒരു കേടുപാടുണ്ടാക്കാനോ ഒരു വിഷയം ഉണ്ടാക്കാനോ വന്നല്ല. ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും, പ്രിൻസിപ്പളെ കാണും, സംസാരിക്കും, പോകും. യൂണിറ്റ് സെക്രട്ടറി P. ജയേഷ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഭിഷേക്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഹമ്മദ് ഷാദുലി, അഫ്സൽ, മുഹമ്മദ് മുസ്തഫ, സന്ദീപ്, അബു ഫാസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂർ DIG ഓഫീസ് ഉപരോധിച്ചു. ഡിസോൺ കലോത്സവത്തിലെ സംഘർഷത്തിന്റെ ഭാഗമായി SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ പോലീസ് നിസ്സംഗത പാലിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. 10 ലക്ഷം രൂപ വരെയുള്ള ബിൽഡിംഗ് നിർമ്മാണ സെസ് പഞ്ചായത്ത് പിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ മാത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കുഴൽമന്ദം ഏരിയ സെക്രട്ടറി M. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM മാത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. സോമനാഥൻ സ്വാഗതവും രഘുനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 1 തൃത്താലയിൽ നടക്കുമെന്ന് സംഘാടകർ കുറ്റ്നാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സുരക്ഷിത ഭക്ഷണം, മൂല്യവർദ്ധിത കൃഷി പ്രോത്സാഹനം, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഉൽപാദന മൂല്യവർദ്ധിത സേവന വിപണന മേഖലകളുടെ സമഗ്രമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കൽ എന്നിവയാണ് കൃഷി സമൃദ്ധി പദ്ധതി ലക്ഷ്യമിടുന്നത്. കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് കർഷക ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്കും യൂണിറ്റുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 107 പഞ്ചായത്തുകളിൽ ആണ് ആദ്യഘട്ടത്തിൽ കൃഷി പങ്കാളിത്ത പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 11 പഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത്. തൃത്താല ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകിട്ട് 3:30 തൃത്താല VK കടവ് ലുസൈൽ പാലസിന് സമീപം സജ്ജമാക്കുന്ന ചടങ്ങിൽ നടക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A. കൃഷ്ണകുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K. മാരിയത്ത് കിബിദിയ എന്നിവർ അറിയിച്ചു.
അതിനകത്ത് നമ്മുടെ കർഷകരെ കൃഷിക്കൂട്ടങ്ങളാക്കുകയും ഈ കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നമ്മുടെ വിവിധ വകുപ്പുകളെയും ഏജൻസികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ടുകളെയും മറ്റു വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ട് ഒരു ഏകോപന രീതിയിൽ സംയോജന രീതിയിലാണ് കൃഷി സമൃദ്ധി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ശരിക്കും നടപ്പിലാക്കുന്നത്. അതിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ 14 ജില്ലകളിലെ 107 പഞ്ചായത്തുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നമുക്ക് 11 പഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തുകളായിട്ടുള്ളത്. അതിൽ തൃത്താല മണ്ഡലത്തിൽ നമ്മൾ തൃത്താല പഞ്ചായത്തിനെയാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട കൊപ്പത്തിൽ കാരക്കാട് റോഡിന്റെ കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചു. ഇതോടെ ദുരിതം പേറിയിരുന്ന റോഡിന് ശാപമോക്ഷമായതായും വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ് പാലിച്ചതായും വാർഡ് അംഗം ഹുസൈൻ ഷെഫീഖ് പറഞ്ഞു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചത്. ഏറെ കുടുംബങ്ങൾക്ക് പ്രയോജനമാകുന്ന റോഡാണിത്. മഴക്കാലത്ത് ഏറെ ദുരിതം പ്രദേശവാസികൾ അനുഭവിച്ചിരുന്നു. ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചതോടെ തന്റെ വാർഡിലെ ഏറെക്കുറെ റോഡുകൾ പൂർത്തീകരിക്കാനായി എന്നും വെളിച്ചം പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞതായും വാർഡംഗം ഹുസൈൻ ഷെഫീഖ് പറഞ്ഞു. കൊപ്പത്തിൽ കാരക്കാട് പ്രദേശത്ത് വളരെ കാലമായുള്ള പ്രദേശവാസികളുടെ സ്വപ്നം ഇന്ന് പൂവണികയാണ്. 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് 70ഓളം മീറ്ററാണ് ഇന്ന് കോൺക്രീറ്റ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞാനും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ചവരും ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നാം കൊടുത്ത ഓരോ വാക്കുകളും അവർക്കുള്ള ഇതേപോലുള്ള വികസനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. തീർച്ചയായും ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ 2ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ റോഡുകൾ കഴിഞ്ഞ 2010 കാലഘട്ടം തൊട്ട് ഈ 2025 കാലഘട്ടം വരെ ഈ കഴിഞ്ഞ 14 വർഷത്തെ കാലയളവിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ ചെയ്തിട്ടുള്ളത് 2ാം വാർഡിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഹാത്മാജിയുടെ മഹത്തായ ആശയങ്ങൾ ലോകമാകെ സ്വീകരിക്കുമ്പോൾ രാജ്യത്തെ ഒരു വിഭാഗം തിരസ്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് VK ശ്രീകണ്ഠൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധി മ്യൂസിയം മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. രാജ്യത്തിന്റെ വഴികാട്ടിയും മാർഗദർശിയുമാണ് മഹാത്മാജി. ചരിത്രത്തിൽ നിന്നും പാഠഭാഗങ്ങളിൽ നിന്നും ഗാന്ധി ആശയങ്ങൾ നീക്കം ചെയ്യാനുള്ള കുൽസിത ശ്രമം നടക്കുന്നുണ്ട്. മാനവരാശിക്ക് സത്യത്തിന്റെ, സമാധാനത്തിന്റെ, സമത്വത്തിന്റെ, ഐക്യത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ കാണിച്ചു തന്ന ഗാന്ധിജിയുടെ വേർപാട് ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആശയം ഉൾക്കൊണ്ട് സമൂഹം പ്രവർത്തിക്കുമ്പോൾ ഗാന്ധിജി ഇന്നും ലോകത്ത് ജീവിക്കുകയാണ്. മഹാത്മാജിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ പേർ ഗാന്ധിസത്തിലേക്ക് മാറുകയാണ്. ചരിത്രത്തിലെ ഗാന്ധിജിയെ വർത്തമാനകാലത്തിൽ പരിചിതമാക്കാൻ ശബരി ആശ്രമത്തിന് ഏറെ ചെയ്യാൻ കഴിയുമെന്നും MP പറഞ്ഞു. മാനവരാശിക്ക്, നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, ലോകമെങ്ങുമുള്ള മനുഷ്യ ജീവനുകൾക്ക്, മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള നന്മയുണ്ടാകാൻ വേണ്ടി സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം. സമത്വമാണ് നമ്മുടെ ലക്ഷ്യം, ഐക്യമാണ് ലോകത്തിന് വേണ്ടത്. ആ സത്യവും സ്നേഹവും അതുപോലെ തന്നെ അഹിംസയും, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെ ആണ് ലോകത്ത് സൗഹൃദം ഉണ്ടാകുക. ഹരിജൻ സേവക് സംഘ് കേരള പ്രസിഡന്റ് ഡോക്ടർ N ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MN ഗോപാലകൃഷ്ണ പണിക്കർ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബിജോയ്, ലക്ഷ്മിദാസ്, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ, മുൻ MLA KA ചന്ദ്രൻ, VK ജയപ്രകാശ്, കാഞ്ചന സുദേവൻ, ഗീതാ ശിവൻ, മലമ്പുഴ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ S സദാശിവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കുത്താമ്പുള്ളി തെരുവിൽ പുത്തൂർ വീട്ടിൽ കൃഷ്ണരാജ് സെൽവി ദമ്പതികളുടെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയാണ് തകർന്നു വീണത്. അപകട സമയത്ത് കൃഷ്ണരാജിന്റെ കുടുംബം മുഴുവൻ വീട്ടിൽ ഉണ്ടായിരുന്നു. എങ്കിലും ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയ്ക്ക് താഴെ സീലിംഗ് ഉണ്ടായിരുന്നത് വൻ ദുരന്തം ഒഴിവായി. ഇന്ത്യയുടെ മൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഭരണഘടന അട്ടിമറിക്കപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. പാലക്കാട് ഗാന്ധി ദർശൻ സമിതി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ അഭിയാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ഡോക്ടർ BR അബ്ദേക്കർ 1950 ജനുവരി 26 ഇന്ത്യ ജനാധിപത്യ രാജ്യമായി മാറാനിരിക്കെ
പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നിയമനിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞത്, ഭരണഘടനയുടെ ഭാവിയിൽ തനിക്ക് ഉത്കണ്ഠയുണ്ട്. ഒരിക്കൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടും നഷ്ടപ്പെടുമോ എന്ന ചിന്ത ഏറെ ഉത്കണ്ഠാകുലനാക്കുന്നു. നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം ചിലപ്പോഴെങ്കിലും അസ്ഥിരപ്പെട്ടേക്കാമെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഭരണഘടനാ ശില്പി നൽകിയിരിക്കുന്നത്. വർത്തമാനകാല ഇന്ത്യ കടന്നുപോകുന്ന ഓരോ ദിനങ്ങളും ഈ ആശങ്ക ശരിവെക്കുന്നതാണ്. എങ്കിലും നിരന്തരമുള്ള പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ കഴിയുമെന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയുടെ സ്വഭാവം, മനുഷ്യന്റെ ഒരു സ്വഭാവം, അടുത്തൊരു ചായക്കട വെച്ച് പലപ്പം കിളച്ചു കുടിക്കുന്നതോട് അടുത്ത് വീണ്ടും വരുന്നത് പലചരക്കട വീണ്ടും ചായക്കട പോയി അതാ അതേപോലെ ആവണം എന്നാണ് ചിന്തിക്കുക. ആ പലരും അങ്ങനെ ചിന്തിച്ചു പോവുകയും പാർട്ടിയുടെ അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അതിൽ പാർട്ടിയുടെ ചില ആളുകൾ കൊണ്ടിട്ടുള്ള പാകപ്പെടുകൾ 100% ശരിയാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, OBC നിങ്ങളുടെ അതോ 2-3 ചില ആളുകൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മാഷ് പറഞ്ഞു കോപ്പറേറ്റീവ് 100% പറ്റാതെ സമ്മതിക്കാതെ. ജില്ലാ പ്രസിഡന്റ് M. ഷാജു അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ VC കബീർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം, രാജൻ മുണ്ടൂർ, PS മുരളീധരൻ, ലക്ഷ്മി പത്മനാഭൻ, K. അബ്ദുൾ അസീസ്, N. അശോകൻ, V. മോഹനൻ, ഗീത ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പിന് തുടക്കമായി. കൂനത്ര ശരണാലയത്തിൽ നിന്നും തുടങ്ങിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ആ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ ദിവസം മുതൽ ഈ 12-ാം തീയതി വരെയുള്ള തീയതികളിൽ നമ്മളെ സംസ്ഥാനത്ത് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രദേശത്തും എല്ലാ മനുഷ്യരെയും കണ്ട് ത്വക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില, JHIമാരായ E. ഷിബു, ശാന്തി ദേവസി, സിസ്റ്റർ C. ഷോണി എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 12 വരെയാണ് ക്യാമ്പ്. ഒറ്റപ്പാലം കോതകുറിശി സർവീസ് സഹകരണ ബാങ്ക് കാർബൺ സന്തുലിത കാര്യാലയമായി. പ്രഖ്യാപനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മന്ത്രി VN വാസവൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 കിലോ വാട്ട്സ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചാണ് കോതകുറിശി സർവീസ് സഹകരണ ബാങ്ക് കാർബൺ സന്തുലിതമാക്കുന്നത്. സുസ്ഥിര ബിസിനസ് രീതികളിൽ മുൻപന്തിയിലുള്ള കോതകുറിശി സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ ആസ്ഥാനത്ത് അത്യാധുനിക 30 കിലോ വാട്ട്സ് സോളാർ പവർ പ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ചതിലൂടെ കാർബൺ ന്യൂട്രാലിറ്റി നേടിയത്. തൃക്കിടിരി, ചളവറ എന്നീ ബ്രാഞ്ചുകളിലും പദ്ധതി നടപ്പിലാക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം, കാർബൺ സന്തുലിത കാര്യാലയം എന്ന ഉദ്ഘാടനം നമ്മുടെ VN വാസവൻ, നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി, ഫെബ്രുവരി 1-ാം തീയതി 12 മണിക്ക് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നിർവഹിക്കുകയാണ്. ആ പരിപാടി സമൂഹത്തിന് തന്നെ നമ്മുടെ 3 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ബാങ്കിൻ്റെ പരിധിയിലെ ഒട്ടനവധി വീടുകളിൽ നമ്മുടെ സോളാർ എനർജി കൊണ്ടുള്ള വൈദ്യുതി എത്തിക്കാൻ സാധിക്കുകയാണ്. സമൂഹത്തിനോടുള്ള, പ്രകൃതിയോടുള്ള, ഹരിതത്തോടുള്ള ഈ ബാങ്കിൻ്റെ സമീപനം നമുക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണെന്ന് ഞങ്ങൾ കരുതുന്നു. കോതകുറിശി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. മുകുന്ദൻ, സെക്രട്ടറി A. ഗീത, വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ, ഡയറക്ടർ P. സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പ്രത്യേകം പരിശീലനം ലഭിച്ച വേട്ടക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട. വാർഡ് 17-ലെ പാടശേഖര സമിതി, തിരുമിറ്റക്കോട് പഞ്ചായത്ത് എന്നിവർ നേതൃത്വം നൽകി. പരിശീലനം ലഭിച്ച വേട്ടക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട. കാട്ടുപന്നികൾ ഉണ്ടാക്കുന്ന കൃഷിനാശം വ്യാപകമാണെന്നും പഞ്ചായത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പന്നിവേട്ട വ്യാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ പറഞ്ഞു. കൃഷികളെല്ലാം നശിപ്പിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൂട്ടർമാരായ അലി നെല്ലേക്കര, ദേവരാജ്, തോമസ്, മുഹമ്മദ് അലി, ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഷൂട്ട് ചെയ്ത് പന്നികളെ പിടിക്കുകയും
10 പന്നികളെയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. വലിയൊരു നഷ്ടം ഇത് കൃഷിക്കാർക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതും ഒരു പാടശേഖരത്ത് മാത്രമേ ആയിട്ടുള്ളൂ. വീണ്ടും തുടർ പ്രവർത്തനം കൂടി ചെയ്തുകൊണ്ട് കൃഷിക്കാരെ വിള സംരക്ഷിക്കണമെന്നുള്ള നേതൃത്വ പരിപാടിയിലാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 പദ്ധതി രൂപീകരണ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് കേരളത്തിലെ 5 ലക്ഷം വരുന്ന നമ്മുടെ ദുർബലരായ സാധാരണ ജനങ്ങൾക്ക് വാസയോഗ്യമായ സ്വപ്നതുല്യമായ വീടുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. സ്വാഭാവികമായും നിങ്ങൾക്കും ഒരു നിശ്ചയിക്കപ്പെട്ട ടാർഗറ്റ് ഉണ്ടാകും. അത് പൂർണ്ണമായും ചിലപ്പോൾ നമുക്ക് ഏറ്റെടുക്കാനാവില്ല. പക്ഷേ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ആദ്യം കൊടുക്കുക എന്ന ഒരു രീതി നമ്മൾ അവലംബിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കരട് പദ്ധതി രേഖാപ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലിബി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. കരട് പദ്ധതി അവതരണം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ PC സുമ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, MK ജയശ്രീ, R സുനിത, ഹുസൈൻ ഷഫീഖ്, ഷഫീന, VM അൻവർ സാദിഖ്, പ്രീത, AA ഷിഹാബ്, PU റജുല, സുജിത് കുമാർ, B സരിത, KM ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി നഗരത്തിലെ റോഡരികിലെ വെള്ളച്ചാലിലേക്ക് മലിനജലം ഒഴുക്കുന്നതായും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതായും പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു. പട്ടാമ്പി നഗരത്തിലെ റോഡരികിലെ വെള്ളച്ചാലിലേക്ക് മലിനജലം ഒഴുക്കുന്നതായും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതായും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഉടുപ്പി ഹോട്ടലിന് മുന്നിലെ അഴുക്കുചാലുകളുടെ സ്ലാബുകൾ നീക്കി പരിശോധന നടത്തിയതിൽ നിയമവിരുദ്ധമായി വെള്ളച്ചാലിലേക്ക് മലിനജലം ഒഴുകുന്നതായി കണ്ടെത്തി. നടപടിയുടെ ഭാഗമായി ഹോട്ടൽ താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ചാലുകൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് നേരിട്ട് മലിനജലം ചാലിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ സിമൻ്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ശാശ്വത പരിഹാരമായി നാളെ മുതൽ ഹോട്ടൽ തുറക്കണ്ടെന്ന് അവരെ അറിയിക്കുകയും നോട്ടീസ് മഹസറിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുറക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കാൻ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇനിയും തുടരും. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സംഗീത ശങ്കർദാസ്, ഹാരിഷ്, സ്വാമിനാഥൻ, മഹിമ എന്നിവരും ശുചീകരണ തൊഴിലാളികളും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൂടിയാലോചനകളില്ലാതെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വിലവർധനവ് പാടില്ലെന്ന കലക്ടറുമായുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ ക്വാറി ഉടമകൾ ലംഘിച്ചതായി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് പല പദ്ധതികളെയും സാധാരണക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. കൂടിയാലോചനകളില്ലാതെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വിലവർധനവ് പാടില്ലെന്ന കലക്ടറുമായുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ ക്വാറി ഉടമകൾ ലംഘിച്ചതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് ലൈഫ് മിഷൻ സർക്കാർ പദ്ധതികളെയും സാധാരണ ജനവിഭാഗത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് CWSA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ അന്യായമായ വിലവർധനവിനെതിരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് വിലവർധനവ് നിശ്ചയിക്കാൻ കമ്മിറ്റിയെ കലക്ടർ തീരുമാനിച്ചത്. കരാറുകാർ, ടിപ്പർ ഓണേഴ്സ്, ക്വാറി ഉടമകൾ എന്നിവരാണ് സമിതിയിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ കമ്മിറ്റിയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കും. 300 മുതൽ 1000 രൂപ വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. വിലവർധനവ് തടയാൻ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങൾക്ക് വാക്ക് തന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ അന്ന് സമരം പിൻവലിച്ചതും നിർമ്മാണ മേഖല ഒരു രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. വീണ്ടും അപ്രത്യക്ഷമായിട്ടില്ല. അങ്ങനെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇതുവരെ ഉണ്ടാക്കുകയോ ഞങ്ങളെല്ലാവരും നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാ ആളുകളെയും കൂട്ടിയോജിച്ചുകൊണ്ടും കോറിക്കാരെയും അതുപോലെ തന്നെ ടിപ്പറുകാരെയും ഒക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാമെന്നും ആ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ആലോചിച്ച് ഇനിയുള്ള വിലവർദ്ധനവ് ഉണ്ടാവുള്ളൂ എന്ന് കോറിക്കാരുടെ ഉറപ്പും അതുപോലെ തന്നെ കളക്ടറും ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ സമരം പിൻവലിച്ചത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KH തരിയക്കുട്ടി, ജില്ലാ സെക്രട്ടറി ബിജു ചാർലി, T രാജാമണി, ആറുചാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ 3 ദിവസത്തെ ഗ്യാപ്പിൽ
5 രൂപ മുതൽ 8 വരെ വില കയറ്റം നടത്തിയിരിക്കുകയാണ് എംസാൻഡ്, മെറ്റൽ എന്നിവയ്ക്ക്. അതോടൊപ്പം തന്നെ കരിങ്കല്ലിന് ഒരു ലോഡിന് 1500 രൂപയുടെ അടുത്ത് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇത് വളരെ നിർമ്മാണ മേഖലയിലെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ഇത് കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം അശ്വമേധത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. വേദനയില്ലാത്ത മുറിവുകൾ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതവർ കൃത്യമായി വരുന്ന വളണ്ടിയർമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ചോദിച്ചുകൊണ്ടാണ് അവർ സർവേ നടത്തുന്നത്. അപ്പം നമ്മൾ കൃത്യമായി നമുക്കുള്ള കാര്യങ്ങൾ സത്യസന്ധമായി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുഷ്ഠരോഗം വന്നാലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മുൻകാലങ്ങളിലുള്ള പഴയ ആളുകളെയൊക്കെ പല ആളുകളും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊന്നും നമ്മൾ കാണാറില്ല. എന്നാൽ നേരത്തെ ഈ അസുഖമുള്ള ആളുകൾക്ക് മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ രോഗം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഷബീബ് പദ്ധതി വിശദീകരിച്ചു. നിഷ നന്ദിയും പറഞ്ഞു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് വീടുകൾ സന്ദർശിച്ച് രോഗനിർണയം നടത്തുക. പാലക്കാട് ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരുടെ കൂട്ടായ്മയും കുടുംബസംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മഞ്ചേരി KM ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 550-ലധികം വൃക്ക മാറ്റിവെച്ചവർ സംഘടനയിലുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹസ്പർശം പദ്ധതി പ്രകാരം അവയവം മാറ്റിവെച്ചവർക്ക് 2020 മുതൽ മരുന്നുകൾ ജില്ലാ ഹോസ്പിറ്റൽ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ 3 വർഷവും ഒരേ ബ്രാൻഡുകളിലുള്ള മരുന്നുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും ഇത് കൂടുതൽ ബ്രാൻഡുകൾ ലഭ്യമാക്കി തരണമെന്നും അവയവം മാറ്റിവെച്ചവരിൽ 75% കഴിക്കുന്ന പാൻഗ്രാഫ് കാരുണ്യ ഫാർമസിയിൽ നിന്ന് ലഭ്യമല്ല എന്നും ഇത് കാരുണ്യ ഫാർമസിയിലൂടെ ലഭ്യമാക്കണമെന്നും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 1-ാം തീയതിയാണ് നമ്മുടെ പരിപാടി KM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ജില്ലയിലെ വൃക്ക രോഗികളുടെയും വൃക്ക മാറ്റിവെച്ചവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പാലക്കാട് ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് 550-ലധികം അംഗങ്ങളാണ്. ഓരോ വർഷം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സമൂഹത്തിന് പരമായിട്ട് നമ്മൾ ക്യാമ്പുകൾ വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിച്ചതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ, വൃക്കരോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള സെമിനാർ വൃക്കരോഗ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലബ്ബുകൾ, അതുപോലെ വായനശാലകൾ, പഞ്ചായത്തുകളൊക്കെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ച് സെമിനാറുകൾ ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് അബ്ബാസ് പുളിക്കൽ, സെക്രട്ടറി ദിലീപ് ദാമോദരൻ, വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ റഹ്മാൻ, ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി VT സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊപ്പത്ത് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. NCPS വിഭാഗം പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ യോഗം NCPS പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് P സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തിന് ബ്രിട്ടീഷുകാരന്റെ കൈകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി സഹന സമര രീതിയിലൂടെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരു കൊടിക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഈ രാജ്യത്തെ ഹിന്ദു വർഗീയവാദികൾ നാഥുറാം വിനായക ഗോഡ്സെ ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോവുകയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിനെ അദ്ദേഹത്തിന്റെ വിരുമാറിലേക്ക് വെടിയുണ്ടയർപ്പിച്ച് അദ്ദേഹത്തിനെ കൊന്നു. MT ഉമ്മർ അധ്യക്ഷത വഹിച്ചു. KMA ഖാദർ, CP രാജകുമാർ, K ഇസ്മായിൽ, അലി കാരക്കാട്, T ഭാമിനി, E രാജീവ്, CV മണികണ്ഠൻ, പ്രദീപ്, ദാസൻ, നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. രാമഭാഗവതരുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ഒരു നാദോപാസകന്റെ ജീവിതരേഖയെന്ന പുസ്തകം അറിയപ്പെടാതെ പോയ സംഗീതജ്ഞരുടെ ജീവചരിത്രം കൂടിയാണെന്ന് ഹാർമോണിയം വിദ്വാനും പുസ്തക പ്രകാശന സമിതി അംഗവുമായ MR രാമചന്ദ്രൻ പറഞ്ഞു. വിനയവും ഭക്തിയും സമന്വയിച്ച സംഗീതജ്ഞൻ ആയിരുന്നു
രാമഭാഗവതർ എന്നും പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ രാമചന്ദ്രൻ പറഞ്ഞു. പാലക്കാട് രാമഭാഗവതരുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ഒരു നാദോപാസകന്റെ ജീവിതരേഖയെന്ന പുസ്തകം അറിയപ്പെടാതെ പോയ സംഗീതജ്ഞരുടെ ജീവചരിത്രം കൂടിയാണെന്ന് ഹാർമോണിയം വിദ്വാനും പുസ്തക പ്രകാശന സമിതി അംഗവുമായ M.R. രാമചന്ദ്രൻ. വിനയവും ഭക്തിയും സമന്വയിച്ച സംഗീതജ്ഞനായിരുന്നു രാമഭാഗവതരെന്നും രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനെ അദ്ദേഹത്തിന്റെ ഒരു ജീവിതരേഖ മറ്റുള്ളവർക്കും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പാലക്കാടിന്റെ പുറം സ്കേർട്സിൽ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ അറിയപ്പെടാത്ത പ്രഗത്ഭരായ പല സംഗീതജ്ഞരും ഉണ്ടായിട്ടുണ്ട്. എണ്ണപ്പാട് വെങ്കട്ടരാമഭാഗവതർ, കൊടുതിരപ്പള്ളി കൃഷ്ണശാസ്ത്രികൾ, അതുമാതിരി വെള്ളിനേടി സുബ്രഹ്മണ്യ അയ്യർ, മുണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതർ, മുണ്ടായ രാമഭാഗവതർ. അങ്ങനെ ഇതിന്റെ പുറം ചട്ടക്കൂടിൽ നമുക്ക് പാലക്കാട് ജില്ലയുടെ പുറം ഭാഗങ്ങൾ നോക്കിയാൽ നമ്മൾ അറിയപ്പെടാത്ത പല സംഗീതജ്ഞരും ഉണ്ടായിട്ടുണ്ട്. അവരെ കൂടി നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ രാമഭാഗവതർ സംഗീത പഠനത്തിനായാണ് കൽപ്പാത്തിയിലെത്തിയത്. സഹോദരൻ വെങ്കിടകൃഷ്ണ ഭാഗവതരായിരുന്നു രാമഭാഗവതരെ കഥകളി സംഗീതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. പിന്നീട് കൽപ്പാത്തിയിലെത്തിയ രാമഭാഗവതർക്ക് തൊണ്ടിക്കുളം അനന്തരാമഭാഗവതർ, ഉമയാൾപുരം സ്വാമിനാഥ അയ്യർ എന്നിവർ സംഗീതം പകർന്നു നൽകി. രാമഭാഗവതരുടെ ജീവിതകാലം കഥകളി പദങ്ങളുടെയും സംഗീതത്തിന്റെയും സുവർണ കാലഘട്ടം കൂടിയായിരുന്നു. ത്യാഗരാജസ്വാമികളെ ആരാധിച്ചിരുന്ന രാമഭാഗവതരുടെ ജീവചരിത്ര പ്രകാശനം ഫെബ്രുവരി 1 ത്യാഗരാജ സ്മൃതി ദിനത്തിൽ നടക്കും. ഭാഗവതരുടെ ജീവചരിത്രം സംഗീത പഠിതാക്കൾക്ക് പ്രചോദനമാവുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു. പ്രകാശന സമിതി അംഗവും സംഗീതജ്ഞയുമായ P. വിജയാംബിക, രാമഭാഗവതരുടെ ചെറുമകൻ L. ശ്രീറാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർവീസിൽ നിന്നും വിരമിക്കുന്ന ലോക്കോ പൈലറ്റായ K. കേശവന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സഹപ്രവർത്തകരും DREU നേതാക്കളും മറ്റു വിവിധ സംഘടനാ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് C. A. റാസി അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ C. സംഗീത, സ്കൂൾ പ്രിൻസിപ്പൽ വിജയൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഇടിയത്ത് മോഹൻദാസ്, NSS പ്രോഗ്രാം ഓഫീസർ മീര തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ലിമൻ കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി മുള്ളൂർക്കര ആറ്റൂർ ഹൈദ്രോസി ആറ്റക്കോയ തങ്ങൾ മകാമിലെ 86ാമത് ഉറൂസ് മുബാറക്കിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം മഹല്ല് പ്രസിഡന്റ് O.A. ഏന്ത്യൻ പതാക ഉയർത്തുന്നതോടെ നേർച്ചയ്ക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന സമ്മേളനം പൂക്കോയ തങ്ങൾ നഗറിൽ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി ഉദ്ഘാടനം നിർവഹിക്കും. ആറ്റൂർ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഹൈദ്രോസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന ചിസ്തി റാത്തിഫ് പാണക്കാട് സയ്യിദ് ഫൈനാസ് അലി സിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഏർവാടി മൗലൂദ് ആഷിഖ് വാഫി, അലി അക്ബർ അഷ്റഫി, ഫാരീസ് അസ്നി എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന മതപ്രഭാഷണം ആറ്റൂർ മഹല്ല് ഖത്തീബ് ഷിഹാബ് ഫൈസി മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. സ്വാലിഖ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന മൗലൂദ് ദുആ മജ്ലിസ് SKJM വടക്കഞ്ചേരി മേഖലാ പ്രസിഡന്റ് M. അഷ്റഫ് ദാരിമി നേതൃത്വം നൽകും. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടാകും. ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന മജ്ലിസ് നൂർ സയ്യിദ് മുബാറക് തങ്ങൾ മുതുതല നിർവഹിക്കുമെന്ന് സയ്യിദ് ഷമീൻ തങ്ങൾ ആറ്റൂർ, ആദം ആറ്റൂർ, KM ജലീൽ, CM മൊയ്തീൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആറ്റൂർ ആണ്ടു നേർച്ച എല്ലാ വർഷവും വളരെയധികം വിപുലമായി നടക്കുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും 86ാമത് ആണ്ടു നേർച്ച വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച 3 ദിവസങ്ങളിലായി നടക്കാൻ പോവുകയാണ്. അത് നാളെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം
മഹല്ല് പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ പരിപാടികളുടെ തുടക്കമായി ലക്കിടിയും വെച്ചുപോയ തങ്ങളുടെ ഉദ്ഘാടന സെക്ഷനും അതിനുശേഷം നാളെ വൈകുന്നേരം ചിഷ്തി റാത്തീബും മറ്റന്നാൾ നടക്കുന്ന ഏർവാടി മൗലിദ് അതുപോലെ വൈകിട്ട് നടക്കുന്ന സ്വാലി അൻവരിയുടെ പ്രഭാഷണവും ഞായറാഴ്ചയിൽ നടക്കുന്ന ഖത്മുൽ ഖുർആൻ മൗലിദ് പാരായണവും ദുആ മജ്ലിസും അതിനുശേഷം നടക്കുന്ന മഹത്തായ അന്നദാനവും വൈകിട്ട് നടക്കുന്ന മജ്ലിസിനോടു കൂടിയുമാണ് നമ്മുടെ പരിപാടികൾ അവസാനിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊപ്പം ഏറയൂർ ശ്രീ തിരുവിളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും ഊട്ടുപുര മുകൾ നിലയുടെ സമർപ്പണവും നടന്നു. തന്ത്രി ഇ കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പൊങ്കാല സമർപ്പണവും ഉണ്ടായിരുന്നു. കൊപ്പം എറയൂർ ശ്രീ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും ഊട്ടുപുര മുകൾ നിലയുടെ സമർപ്പണവും ഭക്തിയാദരപൂർവ്വം നടന്നു. ഊട്ടുപുരയുടെ മുകൾ നിലയുടെ ഉദ്ഘാടനം തന്ത്രി ഇ കാട്ടുമന നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കെ സി ചന്ദ്രശേഖര തമ്പാൻ, കെ മുരളി തമ്പാൻ, പ്രഭാകരൻ തമ്പാൻ, പി സുധാകരൻ മാസ്റ്റർ, സി വിശ്വനാഥൻ, പി കെ വാസുദേവൻ കൊട്ടാരത്തിൽ, എൻ കെ വാസുദേവൻ, കെ ബാലസുബ്രഹ്മണ്യൻ, പി പത്മിനി, പി ശങ്കരനാരായണൻ, കെ പുഷ്പ, ഗോപാലകൃഷ്ണൻ, പി ജയപ്രകാശൻ, പി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. എപ്പോഴും സന്തോഷകരമായിട്ട് ദേവി കൂടെ വന്നതാണ്. ഇവിടെ വന്ന് യശോദരായിട്ട് ലഹരിക്കുന്നതിനായിട്ട് ഭഗവാൻ അങ്ങോട്ട് പോയി യശോദാന്നതിനായിട്ടുള്ള ദേവി കൊണ്ടുകൂടെ കൊണ്ടുവന്ന് കടത്തി. എന്നിട്ട് കംസനെ കൊണ്ട് തന്നെ നല്ല കാല് പിടിച്ച് ദേവി അങ്ങനെ ആകാശത്തേക്ക് പോയി. ആകാശത്ത് പോയിട്ട് ദേവി എന്താണ് ചെയ്ത് ബഹുനാമ നികേതേഷു ബഹുനാമാ ബഹുവ. പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരുന്നു. 100-ൽ പരം ശ്രീഭക്തർ പൊങ്കാല സമർപ്പിച്ചു. പ്രസാദോട്ട്, ഭഗവത്സേവ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായും വിവിധ ചടങ്ങുകളിലായും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശമംഗലം കളവറക്കോട് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 5 മണിക്ക് ക്ഷേത്രനട തുറന്നതോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും വിശേഷാൽ പൂജയും നവകം, പഞ്ചഗവ്യം, ഉപദേവന്മാർക്ക് കലശപൂജ, ശ്രീഭൂതബലി തുടങ്ങിയവ നടന്നു. തുടർന്ന് രാവിലെ 9:30 ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പൊങ്കാലയിടൽ കർമ്മത്തിന്റെ അടുപ്പിൽ തീ കത്തിച്ച് പൂജിച്ചു. തുടർന്ന് 100 കണക്കിന് അടുപ്പുകളിലേക്ക് തീ പകരുകയും പൊങ്കാല സമർപ്പണവും നടന്നു. അരി തിളച്ചു പൊങ്ങുന്നതോടെ ഒരു വർഷത്തെ എല്ലാ പാവങ്ങളും കഴുകിക്കളയുമെന്നാണ് ഐതിഹ്യം പറയുന്നത് എന്ന് ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ തിരുമേനിയും ക്ഷേത്രം പ്രസിഡന്റ് രവി വടക്കുപാട്ട്, സെക്രട്ടറി യു അനീഷ്, ട്രഷറർ കെ സുരേഷ് കുമാർ, മറ്റു ഭാരവാഹികളും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണ പ്ലാന്റിന് സർക്കാർ അനുമതി നൽകിയത് CBI അന്വേഷിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർക്കാരിന്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി ഇടപെട്ടിട്ടുണ്ടെന്നും MP. മന്ത്രി MB രാജേഷാണ് അഴിമതിക്ക് കൂട്ടുനിന്നതെന്നും മന്ത്രിയും ഭാര്യ സഹോദരനും കമ്പനിയുമായി പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP. ബ്രൂവറി കമ്പനി സ്ഥാപിച്ചാൽ എലപ്പുള്ളി പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം പോലെ ആവുമെന്ന് PV അൻവർ. എലപ്പുള്ളിയിൽ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ വാഴാനി ആദിവാസി ഊരിൽ കൃഷി നശിപ്പിക്കുന്നതായി പരാതി. മേഖലയിൽ RRT സംഘത്തെ രൂപീകരിക്കാത്തതും സൗരവേലി നിർമ്മാണം ആരംഭിക്കാത്തതും ആനയിറങ്ങാൻ കാരണമായതായി പ്രദേശനിവാസികൾ. പ്രശ്നത്തിൽ ഉടൻ നടപടിയുണ്ടാകണമെന്നും ആവശ്യം. നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മകളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ഭാവി കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സുധാകരനെ കൊലയ്ക്കു കൊടുക്കാൻ ചെന്താമരയ്ക്ക് പിച്ചാത്തി കൊടുത്തത് പോലീസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊല്ലപ്പെട്ട സുധാകരന്റെ വീട് സന്ദർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചേലക്കരയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ ക്രൂരമർദ്ദനം. സംഭവത്തിനു പിന്നിൽ SFI എന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ചേലക്കരയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. തൃശൂർ മാളയിൽ D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ സ്വരാജ് റൗണ്ടിൽ SFIയുടെ പ്രതിഷേധം. കുറ്റവാളികളെ പിടികൂടണമെന്നും SFI നേതാക്കൾ. സംഭവത്തിൽ KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ പിടികൂടാൻ പോലീസ് നിസ്സംഗത പാലിക്കുകയാണെന്ന് കോൺഗ്രസ്.
തൃശൂർ DIG ഓഫീസ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ. പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ 107 പഞ്ചായത്തുകളിൽ. 10 ലക്ഷം വരെയുള്ള ബിൽഡിംഗ് നിർമ്മാണ സെസ് പഞ്ചായത്ത് അധികൃതർ പിരിച്ചെടുക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU. ആവശ്യമുന്നയിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.